എൻ്റെ കൊറോണ കാല ചിന്തകൾ. പോലീസ് ഒഴിച്ചുകൂടാൻ വയ്യാത്തതും എന്നാൽ ഏറ്റവും അധികം പഴി കേൾക്കുന്നതുമായ ഒരു വിഭാഗമാണ് പോലീസ്. ഏകവചനമായും ബഹുവചനമായും ഉപയോഗിക്കുന്ന പോലീസ് എന്ന വിഭാഗത്തെ വിമർശിക്കുന്നതിൽ, കുറ്റാരോപിതരാക്കുന്നതിൽ ഒരുതരം മത്സരം തന്നെയാണ്. ഇതിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും അഭിഭാഷകരും സാധാരണ ജനങ്ങളും ഉൾപ്പെടും. കൊറോണ കാലത്തെ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ കാണാനിടയായി എനിക്ക് അവരോട് തികച്ചും സഹതാപമാണ്, അനുകമ്പയാണ്. കാക്കി വേഷവും തൊപ്പിയും ലാത്തിയും പിടിച്ച് ആളുകളുടെ നേരെ കയർക്കുന്ന പോലീസാണ് ഏവരുടെയും മനസ്സിൽ. എന്നാൽ ഈ കാക്കി ഡ്രസ്സിനുള്ളിൽ ഒരു മകൻ, ഒരു ഭർത്താവ്, ഒരു പിതാവ്, ഒരു പച്ചയായ മനുഷ്യൻ ഉണ്ടെന്ന് നാം മറക്കരുത്. ഈ കാക്കിക്കുള്ളിലുള്ള മനുഷ്യന് വിചാരങ്ങളുണ്ട്, ജീവഭയമുണ്ട്. സാധാരണ മനുഷ്യനുള്ള രോഗപ്രതിരോധ ശക്തി മാത്രമേ പോലീസുകാരനുമുള്ളൂ. എന്നാൽ നാം അവരെ കാണുന്നത് ഏതോ മാന്ത്രിക ശക്തിയുള്ള, ഒരു രോഗത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അമാനുഷ്യരായിട്ടാണ്. കൊറോണ കാലമാണ്. ആളുകളെല്ലാം വീടിനുള്ളിൽ രോഗത്തെ ഭയന്ന് തൻ്റെ വീട്ടിൽ ആർക്കും രോഗാണു പിടിപെടാതിരിക്കാൻ വേണ്ടി മുൻകരുതലെടുത്ത് കഴിയുകയാണ്. ഞാൻ വിചാരിച്ചു പോലീസുകാരും വീട്ടിനുള്ളിൽ കഴിയുകയാണ്. സ്ഥിതി അതല്ല. പോലീസുകാരുടെ ജോലിഭാരം കൂടുകയാണ് ഉണ്ടായത്. നിയമം തെറ്റിച്ച് നിരത്തിലിറങ്ങുന്നവരെ പിന്തിരിപ്പിക്കേണ്ട വലിയ ചുമതല പോലീസിൽ വന്നു ചേർന്നു. പൊരി വെയിലത്ത് ദാഹജലം പോലും പലപ്പോഴും ലഭിക്കാതെ നിയമം ലംഘിക്കുന്നവരെ പിന്തിരിപ്പിച്ചും വാഹനങ്ങൾ തടഞ്ഞ് കാര്യങ്ങൾ തിരക്കുകയും ചെയ്യുന്ന പോലീസുകാരുടെ അവസ്ഥ കരളലിയിക്കുന്നതാണ്. എന്നാൽ ആർക്കും കരളലിയുന്നില്ലെന്ന് മാത്രമല്ല, കണക്കിന് വിമർശനം അഴിച്ചുവിടുന്നുണ്ട് താൻ. വാട്സാപ്പിലും മറ്റും വരുന്ന ട്രോളുകൾ കണ്ടാൽ പോലീസ് പൊരി വെയിലത്ത് നിന്ന് ലാത്തിക്കടിക്കാൻ ആളുകളെ അന്വേഷിക്കുകയാണെന്ന് തോന്നുന്നു. സന്നദ്ധ സംഘടനകളും മറ്റും ചെയ്യുന്ന സഹായങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും അക്കമിട്ട് നിരത്തുമ്പോൾ പോലീസ് എന്ന വിഭാഗം സമൂഹത്തിനു വേണ്ടി ചെയ്യുന്ന 99% നല്ല കാര്യങ്ങളും തമസ്കരിക്കുകയും 1% തെറ്റ് പെരുപ്പിച്ചു കാണിക്കുകയും ചെയ്യപ്പെടുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, പോലീസ് ഇല്ലായിരുന്നെങ്കിൽ കോടതി ഉത്തരവുകളോ സർക്കാരിൻ്റെ ഉത്തരവുകളോ എന്തിനേറെ ഒരു ദിവസം സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും?